ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുഞ്ഞുങ്ങളുടെ കാത് കുത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഏതു പ്രായത്തിലാണ് കാത് കുത്തേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. കുഞ്ഞുങ്ങളുടെ കാത് കുത്തണോ വേണ്ടയോ എന്നത് പേരൻസിൻ്റെ ചോയ്സാണ്. കാത് കുത്താനായി പറ്റുമെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെ പോകാൻ ശ്രമിക്കുക. ജ്വല്ലറികളിലൊക്കെയാണ് പോകുന്നത് എങ്കിൽ വൃത്തിയുള്ള സാഹചര്യത്തിലാണ് അവർ കാത് കുത്തുന്നത് എന്ന് ഉറപ്പുവരുത്തുക. സ്റ്റെറൈൽ ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത് എന്ന് ഉറപ്പാക്കുക. കുഞ്ഞിന് ഒരു 45 ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം കാത് കുത്തുന്നതാണ് നല്ലത്. പിന്നെ ഒത്തിരി താമസിച്ച് കുത്തുന്നവരും നേരത്തെ കുത്തുന്നവരും ഉണ്ട്. കുഞ്ഞിൻ്റെ കാത് കുത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം. കുഞ്ഞിൻ്റെ കാതിലെ കമ്മൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇല്ല എങ്കിൽ കമ്മലിന് മേലെ കൂടെ തൊലി വന്ന് മൂടാനുള്ള സാധ്യതയുണ്ട്. കമ്മൽ തിരിക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടിയിട്ട് തിരിക്കുക. മുറിവെണ്ണയൊക്കെ പുരട്ടുന്നത് നല്ലതാണ്. ചില കുഞ്ഞുങ്ങളുടെ കാത് പഴുക്കാറുണ്ട്. അത് ഓരോ കുഞ്ഞുങ്ങളുടെയും ശരീരപ്രകൃതി അനുസരിച്ചാണ്. കാത് പഴുക്കുന്നുണ്ട് എങ്കിൽ ഡോക്ടറെ കണ്ട് ഓയിൻമെൻറ്റ് വാങ്ങേണ്ടതാണ്. അത് കുഞ്ഞിൻ്റെ കാതിൽ പുരട്ടി കൊടുക്കണം. കാത് കുത്തി കഴിയുമ്പോൾ മുതൽ ഓയിൻമെൻറ്റ് പുരട്ടുന്നത് കാത് പഴുക്കാതിരിക്കാൻ സഹായിക്കും. ഷൂട്ട് ചെയ്ത് കമ്മലിടുന്ന രീതിയാണെങ്കിൽ ആദ്യം അവർ തന്നെ ഒരു കമ്മലിട്ട് തരികയാണ് ചെയ്യുന്നത്. ഈ കമ്മൽ പിന്നീട് മാറ്റി വേറെ കമ്മൽ ഇടാവുന്നതാണ്. ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ ഇടുന്ന കമ്മൽ കാത് നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രമേ മാറ്റാവൂ. അതിനു മുൻപ് മാറ്റിയിടുകയാണ് എങ്കിൽ നല്ല വേദന ഉണ്ടാവാനും കാത് പഴുക്കാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കമ്മൽ മാറ്റിയിടുകയാണ് എങ്കിൽ ഉണങ്ങിയതിന് ശേഷം മാത്രം മാറ്റിയിടുക. കുഞ്ഞിന് കമ്മൽ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം. കമ്മൽ സെലക്ട് ചെയ്യുമ്പോൾ കമ്മലിൻ്റെ തണ്ടിന് കുറച്ച് നീട്ടമുള്ളത് സെലക്ട് ചെയ്യുക. ഒത്തിരി നീട്ടമുള്ളതല്ല. കാതിനോട് പറ്റി പിടിച്ചിരിക്കുന്ന രീതിയിലുള്ളത് ഒഴിവാക്കാൻ ശ്രമിക്കുക. കൂടാതെ തൂക്കമുള്ള കമ്മലുകൾ സെലക്ട് ചെയ്യാതിരിക്കുക. ചെറിയ മുട്ട് പോലെയുള്ള സ്റ്റഡുകളാണ് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം.